ഈ BJP ആശയത്തോട് ചേർന്ന് നിൽക്കാൻ നിലവിലത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ ആദ്യം ആശ്രയിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നിലവിൽ ഈ 2020 എന്ന് പറയുന്ന പാർട്ടി എന്ന് പറയുന്നത്. അതിൽ എനിക്ക് തോന്നുന്നത് ഒരു അഴകിയ രാവണൻ ഒരു പാർട്ടി ഉണ്ടാക്കിയാൽ എങ്ങനെയുണ്ടാവും, അതിനാണ് ഞാൻ 2020 എന്ന് ഞാൻ ചിലപ്പോൾ അങ്ങനെ വിളിച്ചേക്കും. കാരണം അങ്ങനെയാണല്ലോ, അതായത് ശങ്കർദാസ് എല്ലാ ദിവസവും വീട്ടിൽ വരുന്നവർക്കൊരു 100 രൂപ കൊടുക്കുന്നു. ഈ പറയുന്നത് പോലെ ആ മട്ടിൽ ഈ ഒരു ജനാധിപത്യത്തെ വിലക്കെടുക്കാനായി 2015 ഇദ്ദേഹം കിറ്റക് സാബു ഉണ്ടാക്കിയ പാർട്ടിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അത് ആളുകൾക്ക് ഇതുപോലെ പൈസ കൊടുക്കുകയോ അവർക്ക് സൗജന്യമായി പലതും വാഗ്ദാനം ചെയ്യുകയോ അതിലൊരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമൊന്നുമില്ല ഇതിൻ്റെ അടിത്തറയിൽ. അപ്പോൾ അതിന് കീഴിൽ ഇതൊക്കെ അവരുടെ അവകാശമാണ്. പക്ഷെ അവർ ഇതെല്ലാം ഞാനാണ് നിങ്ങൾക്ക് തരുന്നത്, ഞങ്ങളാണ് തരുന്നത്, അതുകൊണ്ട് ഞങ്ങളിവിടെ കൂടിച്ചേരുകയോ ഒരുമിച്ച് നിൽക്കുകയോ ചെയ്യേണ്ടതാണ് എന്ന് പറയുന്ന ഒരു ബോധം മാത്രമാണ് ആ പാർട്ടിയുടെ ആയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് അത് അരാഷ്ട്രീയമായ ഒരു സെറ്റപ്പാണ് 2020 എന്ന് പറയുന്നത്. ആ 2020യിലേക്ക് സ്വാഭാവികമായും ആളുകളെ പൂള് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ആളുകളെ മാത്രമേ പൂള് ചെയ്യാൻ പറ്റുള്ളൂ. ഇവർ കലാകാരന്മാരാണ് ബേസിക്കലി. ഇവർ രാഷ്ട്രീയം ഏതെങ്കിലും തരത്തിൽ പ്രൊജക്റ്റ് ചെയ്യുന്നവരാണെന്ന് ഇതുവരെ ഉണ്ടായിരുന്നില്ല. അതിൽ ലക്ഷ്മിപ്രിയ മാത്രമാണ് BJPയുടെ വേദികളിൽ കഴിഞ്ഞ 10 വർഷമായി പോസ്റ്റുകൾ ഇടുകയോ BJPയുടെ വേദികളിൽ അപൂർവങ്ങളായി പ്രത്യക്ഷപ്പെടുകയോ ചെയ്തിരിക്കുന്ന ഒരാളായിട്ട് തോന്നുന്നത്. അഖിൽ മരാറിൻ്റെ കേസിൽ നമ്മൾ നേരത്തെ അറിയാവുന്നതാണ്. അഖിൽ എവിടെയൊക്കെയോ അങ്ങനെ ഉറച്ചു നിൽക്കാതെ അവസാനം എന്നാൽ ഒരു NDA ചായ്വുള്ളത് കൊണ്ട് ഈ പറയുന്നത് പോലെ 2020യിലേക്ക് എത്തിയതാണ്. അതേ വാല് പിടിച്ചാണ് നിലവിൽ ലക്ഷ്മിപ്രിയയും 2020യിലേക്ക് എത്തുന്നത്. അപ്പോൾ അഞ്ജലി നായരാണെങ്കിലും വീണ നായരാണെങ്കിലും അങ്ങനെ വരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നിലവിൽ 2020യുടെ ഒരു പ്രസക്തി കേരള രാഷ്ട്രീയത്തിൽ എന്ന് പറയുന്നത് BJP ആശയം പ്രൊക്ലെയിം ചെയ്യുകയും അത് പ്രതിഫലിപ്പിക്കുകയും അത് പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഒരു ചാലകമായി നിലവിൽ 2020 എന്ന പാർട്ടി ആ മട്ടിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്.